കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ നമ്മുടെ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ പോർഷെ കെയ്നാണ്. അപ്പോൾ വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല പക്ക കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടിയാണ്. 2015 ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത്. V8 എഞ്ചിനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിക്കാനുണ്ട്. എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇൻറ്റീരിയേഴ്സ് കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുകൂടാതെ തന്നെ വണ്ടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഈ വാഹനത്തിൻ്റെ വേറെ പ്രത്യേകത. കാരണം ഇതിൻ്റെ ഒരു ഭാഗത്ത് നമുക്കൊരു ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളോ നമുക്കിവിടെ കാണാനില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് ഉപയോഗിച്ചാണ്. പിന്നെ അതർ സ്റ്റേറ്റ് വാഹനമാണ്. നിലവിൽ കേരളത്തിലേക്ക് മാറ്റിയിട്ടില്ല, മാറ്റാൻ പെൻഡിങ് ആണ്. അതിപ്പോൾ എൻ്റെ പേപ്പർവർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷോറൂമിൽ തന്നെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇതിന് എൻക്വയറിക്കും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊണ്ട് വിളിക്കാം, സംസാരിക്കാം. വണ്ടി കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. അപ്പോൾ ഈ വാഹനം നമുക്കൊന്ന് ഫുൾ കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, എയർ കണ്ടീഷനെല്ലാം വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയുടെ കൂടി തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയെങ്കിലും ചെറിയ ഡെൻറ്റോ പാച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വാഹനം കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. 2015 മോഡൽ പോർഷെ കെയ്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല പക്ക നീറ്റ് ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വണ്ടിയാണ്. ഒരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയാണ്. നമുക്ക് വണ്ടിയുടെ പുത്തൻ വണ്ടി എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലാണ് നമുക്ക് ഈ വാഹനം ഇരിക്കുന്നത്. കേട്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന പോർഷെ കെയ്ൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലേക്കൊന്ന് വരാം. അതിൻ്റെ ഫുള്ള് ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്കൊന്ന് പോയേക്കാം. കേട്ടോ, ഇതാണ് പോർഷെ കെയ്ൻ. എങ്ങനെയുണ്ട് ലുക്കല്ലേ വണ്ടി. അതേപോലെ നമുക്കിനി ഫ്രണ്ട് പോർഷനിലേക്കൊന്ന് പോയേക്കാം. അതിനുശേഷം വാഹനത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് നമുക്ക് വിശദമായിട്ട് നോക്കിയേക്കാം. അപ്പോൾ ഇതാണ് വാഹനം. ഇതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് വരുന്നത്. നമുക്കിനി വീലാസിലേക്ക് പോവാം. വീലാസും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാസ് കാണാൻ പറ്റും. ഡീസൽ ഓപ്ഷൻ വന്നേക്കണം. അതായത് നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ തന്നെ അലോയ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ ബോണ്ട് നോക്കാം. ബോണ്ട് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബോണ്ട് കിട്ടുന്നുണ്ട്. ഗ്ലാസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഗ്ലാസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ടിലേക്ക് വരാം. ഇവിടെ ലാമ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് വീട്ടിലും കാണാം. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ലാമ്പൊക്കെ കാണാൻ പറ്റും. താഴെ ഫോഗ് ലാമ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടുത്തെ വീലാസിലേക്ക് പോവാം. ഈ വീലാസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് ബോക്സ് നോക്കാം. അതിൻ്റെ ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് കാണാൻ പറ്റും. ഇവിടുത്തെ വീലാസിലേക്ക് പോവാം. ഈ വീലാസും നല്ല നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. വാഹനത്തിൻ്റെ സൈഡിലേക്ക് നോക്കാം. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ സ്പോയിലേഴ്സ്, എക്സ്റ്റൻഡ് സ്പോയിലേഴ്സ് വരുന്നുണ്ട്. ഈ ഫോക്കസ് വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. പോർഷെ കെയ്ൻ്റെ ബാഡ്ജ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാസ് പോവാം. ഈ വീലാസും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ അലോയ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഡോറ് നോക്കാം. അതിൻ്റെ ഡോറും നല്ല നീറ്റായിരിക്കുന്ന ഡോർസ് കാണാൻ പറ്റും. ഡോർ പാഡ്സ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. ബാക്കിയുള്ള കൺട്രോൾസും കൂടെ വരുന്നുണ്ട്. ഇവിടെ നല്ല വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ഷീറ്റ്സൊക്കെ നല്ല നീറ്റായിട്ട് നല്ല ലക്ഷൂറിയസ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കോക്ക്പിറ്റ്. നമുക്കിവിടെ കോക്ക്പിറ്റിന് വിളിക്കുക. കാരണം അത്രക്ക് ഇതിൻ്റെ ബട്ടൺസൊക്കെ നോക്കി നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് വലിയ വെച്ചാൽ നല്ല രസം കാണാനായിട്ടാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. ഇവിടെ നല്ല നീറ്റായിരിക്കും. ബാക്കിയുള്ള കൺട്രോൾസ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ പോർഷയുടെ ആ ഒരു ബാഡ്ജ് നമുക്കിവിടെ കാണാൻ പറ്റും. പാഡിൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിനി 79,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഓടിയേക്കണം. ആംറസ്റ്റ് കാണാം. സീറ്റ്സൊക്കെ നോക്കാം. റിയറിലെ സീറ്റ്സ് നോക്കാം. റൂഫ് എക്സ്റ്റെൻഡഡ് സൺറൂഫാണ്. അങ്ങേ അറ്റം വരെ നമുക്കിവിടെ സൺറൂഫ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്കൊന്ന് പോയേക്കാം. ഡോറും ഓപ്പൺ ചെയ്യാം. ഡോർ പാഡ്സൊക്കെ നല്ല നീറ്റായിട്ടേക്കും ഡോർ പാഡ്സ് കാണാൻ പറ്റും. ഇവിടെ മിഡിലിൽ ആ ഒരു സംഭവത്തിൻ്റെ എക്സ്റ്റെൻഡഡ് സംഭവമായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ എ സിയുടെ കൺട്രോൾസ്, 3 ഹെഡ് റെസ്റ്റ്, ആംറസ്റ്റ് സംഭവങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. കേട്ടോ, ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. അപ്പോൾ ഇതാണ് പോർഷെ കെയ്ൻ. ഇനി നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ബോണറ്റ് ഒന്ന് ചെയ്യാം. അതിനുശേഷം ബൂട്ടും കാര്യങ്ങളും നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. 3 ലിറ്റർ എഞ്ചിനാണ്. V6 എഞ്ചിനാണ് വന്നേക്കുന്നത്. V8 അല്ല, V6 എഞ്ചിനാണ് വന്നേക്കുന്നത്. പോർഷെ ബാഡ്ജ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വേറെ ഒന്നും നമുക്ക് കാണിക്കാനില്ല, എല്ലാം സീൽഡാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കൂടുതലായിട്ട് നമുക്ക് എഞ്ചിൻ ഇവിടെ ആ ഒരു കോട്ടിങ് മാത്രമേ കാണിക്കാനുള്ളൂ, കവറിങ് മാത്രമേ കാണിക്കാനുള്ളൂ. ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ പോർഷയുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടിലേക്ക് പോകാം. ബൂട്ടിൽ ചെക്ക് ചെയ്യാം. ഞാൻ ഈ ലിഡൊന്ന് അപ്പ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. അല്ല, ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ പാർസൽ ട്രേ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ബൂട്ടിൽ നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പ് ചെയ്യാം. ടയേഴ്സൊക്കെ ഗ്രിപ്പൊക്കെ ടയേഴ്സാണ് കേട്ടോ. ടെമ്പററി ടയേഴ്സാണ് അങ്ങനെ. നമുക്ക് ഡോറും ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. 2015 മോഡൽ 79,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന ഈ ഒരു പോർഷെ കെയിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഫുള്ള് വിവരങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിൻ്റെ റേറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വാഹനം നിലവിൽ ഡൽഹി രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനമാണ്. ഇത് കേരളത്തിലേക്ക് കൺവേർഷൻ ചെയ്തെടുക്കണം. ഈ എൻഒസിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എടുത്തു തരുന്നതാണ്. നിങ്ങൾ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആയാലും ഏത് ഡിസ്ട്രിക്റ്റ് ആയാലും ഏത് RTO ആയാലും അതിനകത്തേക്ക് നമുക്ക് എൻഒസിയും കാര്യങ്ങളൊക്കെ എടുത്തു തരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് പോയേക്കാം. ഈ വാഹനത്തിൻ്റെ നിലവിലുള്ള ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 37 ലക്ഷം രൂപയാണ്. 37 lakhs rupees-ആണ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ തന്നെ വിളിക്കാം, സംസാരിക്കാം. അപ്പോൾ ഇതാണ് പോർഷെ കെയിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.